നവകേരള സർവേ ദീർഘിപ്പിച്ച് സർക്കാരിന്റെ ഉത്തരവ് മാർച്ച് 31 വരെയാണ് ദീർഘിപ്പിച്ചത്. നേരത്തെ ഫെബ്രുവരി 28 വരെയായിരുന്നു സർവേ നിശ്ചയിച്ചിരുന്നത്. ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഇതിപ്പോൾ ഫെബ്രുവരി 28 എന്നുള്ള തീയതിയിൽ നിന്ന് മാർച്ച് 31 വരെ ദീർഘിക്കുമ്പോൾ ഒരു മാസം കിട്ടുന്നുണ്ട് ഈ സർവേ പൂർത്തിയാക്കാൻ. എന്താണ് ഇതിന്റെ ഒരു സാഹചര്യം? പറയും. സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനുണ്ടായിട്ടുള്ള ആശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നവകേരള സർവേ അത് നീട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത് ദീർഘിപ്പിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സംസ്ഥാന സർക്കാർ ഇത് നിശ്ചയിച്ചിരുന്നത് ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയായിരുന്നു. അതിനിടയിൽ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് കോടതി കയറുന്നടക്കം നമ്മൾ കണ്ടു. നിലവിൽ ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പഠന പരിപാടി ആ പ്രോഗ്രാമിന്റെ പ്രവർത്തനകാലം 2026 മാർച്ച് 31 വരെ ദീർഘിപ്പിച്ചുകൊണ്ടും വോളണ്ടിയർമാരുടെ യാത്ര അനുബന്ധ ചെലവുകൾ നിശ്ചയിച്ചുകൊണ്ടും ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിനെ സംബന്ധിച്ച് നവകേരള സർവേയുമായി ബന്ധപ്പെട്ട വളരെ ആശ്വാസകരമായ സമീപനമാണ് ലഭിച്ചത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട ഈ ഹൈക്കോടതിയുടെ പ്രഹരങ്ങൾക്കിടെ സുപ്രീം കോടതിയിൽ നിന്നുള്ള ആശ്വാസം അത് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോൾ കാരണമായിരിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരായ സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചാണ് നവകേരള സർവേ റദ്ദാക്കിയ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. സർവേ നടത്താനുള്ള പദ്ധതിയിൽ എന്താണ് തെറ്റെന്ന് തുടക്കത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചിരുന്നു. കൂടാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായമാണ് സർക്കാർ തേടുന്നതെന്നും നയം രൂപീകരിക്കുന്നതിന് പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. ഇതാണ് സംസ്ഥാന സർക്കാരിന്റെ ആത്മവിശ്വാസം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സർവേക്കെതിരെ വലിയ വിമർശനം അത് ഈ പറയുന്ന കോടതിക്ക് പുറത്ത് അല്ലെങ്കിൽ കോടതിയിലല്ലാതെ മറ്റിടങ്ങളിലും പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു ഇടയിലാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ സർവേയുടെ കാലാവധി 31 വരെ മാർച്ച് 31 വരെ ദീർഘിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.